അന്യദിക്കിന്ന് വന്ന അവർ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് വെറുതെ അല്ല, പ്രതികാരമല്ലേ മനസ്സിൽ. തേവക്കാട്ടരെ നശിപ്പിക്കാതെ അവരിനി പോകുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ശരി, തെറ്റ് ഇച്ചാന്റെ ഭാഗത്ത് തന്നെ. നീ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? ഇച്ചാന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. മനസ്സമ്മതം കഴിഞ്ഞ പെണ്ണിനെ വേണ്ടാന്ന് വെച്ചിട്ട് ഇച്ചാൻ ചേച്ചിയമ്മയെ വിവാഹം കഴിച്ചത് തെറ്റ് തന്നെ. ശരിയാ, തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ. പക്ഷെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഈ ഇരിക്കുന്ന നമ്മുടെ അപ്പം പറയുകയല്ല. അമ്മയുടെ സ്ഥാനം നൽകി നിങ്ങളൊക്കെ ചേച്ചിയമ്മയെന്ന് വിളിക്കുന്ന എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളും പറയുകയല്ല ഞാൻ തെറ്റുകാരനാണെന്ന്. മനസ്സമ്മതം കഴിഞ്ഞ പെണ്ണിനെ മറന്നിട്ട് അന്യജാതിപ്പെട്ട ഊരും പേരും ഇല്ലാത്തൊരു അനാഥ പെണ്ണ് ഞാൻ കെട്ടിയത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് ഞാൻ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കൂടി നിങ്ങൾ അറിയണം. സമൂഹ വിവാഹ പന്തലിൽ വരണത്താതെന്ന് കണ്ണീരൊഴുക്കിയ ഒരു പാവം അനാഥ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പൻ ആജ്ഞാപിച്ചപ്പോ എന്റെ ഇഷ്ടം ആഗ്രഹവും ആചാരവും എല്ലാം മറന്ന് ഞാൻ അനുസരിച്ചത് തെറ്റ് തന്നെയാ, സമ്മതിച്ചു. പക്ഷേ അതിലെവിടെയൊക്കെ ഒരു ശരി ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു. നിങ്ങളുടെ അമ്മച്ചിയുടെ ഓർമ്മ ദിവസത്തിന്റെ അന്ന് ആദ്യമായിട്ട് നടത്തുന്ന സമൂഹ വിവാഹം. നിശ്ചയിച്ച വരൻ കാലുമാറിയതിന്റെ കണ്ണീരുമായി നിൽക്കുന്ന ഒരു അനാഥ പെൺകുട്ടി. ആ കണ്ണീര് തുടയ്ക്കാൻ മറ്റാരും തയ്യാറാകാതെ വന്നപ്പോ ഈ അപ്പന്റെ വാക്കനുസരിച്ച് ഇവൻ ചെയ്ത പുണ്യമായ വിവാഹം. അതിന്റെ പേരില് എന്റെ മോനെ കുറ്റപ്പെടുത്താൻ ഞാൻ ആരെ സമ്മതിക്കല. കൊച്ചിയിലുള്ള സമ്പന്നയായ പെണ്ണിന് മറ്റൊരു ജീവിതം കിട്ടുമെന്നേ കരുതിയുള്ളൂ, അല്ലാതെ ഇതുപോലൊരു ദുരന്തത്തിലേക്കാവുമെന്ന് അറിഞ്ഞില്ല. അമ്മച്ചി അവിടെ ഇരുന്ന് കരയുവാ. അന്യജാതിപ്പെട്ട അനാഥ പെണ്ണിന് ജീവിതം നൽകിയതിന്റെ പഴങ്കതൊക്കെ പതുക്കെ ആവാം. ഇങ്ങനെ കേക്ക് പറഞ്ഞ് എന്റെ അമ്മച്ചി വേദനിപ്പിക്കരുത്. ചേച്ചിയമ്മേ, ചേച്ചിയമ്മ എന്നാ ഇത്? അവിടെ എന്തോ പഴംപുരാണങ്ങളൊക്കെ പറഞ്ഞു എന്ന് കരുതി ചെന്ന് ഊണ് കഴിച്ചേച്ച് കിടക്കാൻ നോക്ക്. അവരുണ്ടാക്കുന്ന ഈ നാശങ്ങൾക്കെല്ലാം കാരണം എന്റെ ഈ ജീവിതമെന്നറിഞ്ഞില്ല. ചേച്ചിയമ്മേ, നിങ്ങൾ എല്ലാരും ഇപ്പൊ വെറുക്കുന്നുണ്ടാവുമല്ലേ? എന്നതായി പറയുന്നേ? ചുമ്മാ ഓരോന്ന് ചിന്തിച്ച് വെറുതെ കാട് കയറാതെ. ഓരോന്നായി അവര് തകർക്കുന്നത് കണ്ടില്ലേ? ഈ തറവാട് നശിപ്പിക്കാതെ അവര് പോവില്ല. ഞാൻ കാരണം ഈ തറവാട് നശിച്ചു എന്ന് വന്ന ഈശ്വര. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചിയമ്മേ. ഈ കുട്ടപ്പായി ജീവിച്ചിരിക്കുമ്പോ ഇവിടെ ഒന്നും ഇനി നശിപ്പിക്കാൻ സമ്മതിക്കല്ല. ചേച്ചിയമ്മ സമാധാനായിരിക്കും. അമ്മച്ചി, അമ്മച്ചി അത്താഴം കഴിക്കാത്തോണ്ട് അവിടെ ഇളയമ്മമാരൊന്നും കഴിച്ചിട്ടില്ല. എന്നാത്തിന് അമ്മച്ചി അവരെങ്ങനെ പട്ടിണി കിടന്ന്? വാ, വന്ന് അമ്മച്ചി വല്ലതും കഴിക്കേ. ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നല്ലേ? കഷ്ടം. ഒന്നും മിണ്ടാൻ പോലും ആകാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട ആർക്കാ സഹിക്കുക? വിഷം തലച്ചോറിന് ഏറ്റു കാണുമല്ലേ? ജീവൻ തിരിച്ചു കിട്ടുമെന്ന് കരുതലടോ. ഒരുപാട് കാലം കിടന്ന കിടപ്പി കിടന്നു. എത്ര ചികിത്സ കഴിഞ്ഞിട്ടാ ഈ കോലത്തിലായെന്നറിയൂ. ഞാനോ മറ്റേ ആയിരുന്നെങ്കിൽ പിറ്റേന്ന് തന്നെ തേവക്കാട്ടെ അവറാച്ചനെ മകനെ വെട്ടിയെറിഞ്ഞ് തള്ളിയനെ. അതിനൊക്കെ ഒരുമ്പെട്ടതാ. അവന്റെയൊക്കെ ആയുസിന്റെ ബലമെന്നല്ലാതെ എന്ത് പറയാനാ. ആ സമയത്താ ഞങ്ങളുടെ ഷാപ്പിൽ നിന്ന് കുടിച്ച് കുറെ എണ്ണം ചത്തു വീഴാൻ തുടങ്ങിയത്. പിന്നെ കേസും ബുക്കാറും ഒക്കെ ആയി. ഞങ്ങൾ അങ്ങ് ജയിലിലുമായി. അതോടെ ബിസിനസ്സും തകർന്നു. ആരും പോരും ഇല്ലാതെ എന്റെ മോള് ശരണാലയത്തിൽ. കൊച്ചേ, പുറത്തിറങ്ങിയതിനു ശേഷം എല്ലാം ഒന്നെന്ന് തുടങ്ങേണ്ടി വന്നു. ശിവകാശിയിൽ ആദ്യം ചെറിയൊരു പടക്ക നിർമ്മാണശാല, പിന്നീട് എക്സ്പ്ലോസീവ് ലൈസൻസിന്റെ ബലത്തിൽ നിയമമറിഞ്ഞാൽ തല പോകുന്ന പല തീക്കളികൾ, കരാറെടുത്ത സ്ഫോടനങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അങ്ങനെ പണം ഒരുപാട് വാരിക്കൂട്ടി. അപ്പോഴും പക്ഷേ മനസ്സിന്റെ അകത്ത് ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെങ്കിലും ഈ നാട്ടിൽ വരണം, അവന്റെ രാജ്യം പിടിച്ചടക്കണം, അവരുടെ സർവനാശം കാണണം.
ഇതെന്താ തേവക്കാട്ട മൂത്ത മരുമകൾ പതിവില്ലാതെ ഈ സമയത്ത് പള്ളിയിൽ? തമ്പുരാന്റെ അടുത്ത് വരാൻ സമയവും സന്ദർഭമൊക്കെ നോക്കണോ കപ്പേരെ? ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. പിള്ളച്ചേട്ടന് പാറക്കാടന്മാരുടെ വീടറിയോ? എന്താ കുഞ്ഞെ? എനിക്ക് അവിടെ വരെ ഒന്ന് പോണം. കുഞ്ഞ് എന്തായി പറയുന്നത്? വീട്ടിലറിയണ്ട, എനിക്ക് പോയേ പറ്റൂ. വണ്ടി എടുത്തോളൂ. ഇവിടെ ആരുമില്ല, എല്ലാരും പുറത്തു പോയിരിക്കുക. ആരാ? കൊച്ചമ്മണി ഒന്ന് കാണാനാ. വരൂ. ദാ. കൊച്ചമ്മണിക്ക് എന്നെ മനസ്സിലായോ? കൊച്ചമ്മണിയെ ഈ അവസ്ഥയിലാക്കിയത് ഞാന്. അറിയാതെ ആണേലും ഈ ജീവിതമാണ് ഞാൻ തട്ടിയെടുത്ത്. എത്ര മാപ്പ് അപേക്ഷിച്ചാലും തീരാത്ത തെറ്റാ ഞാൻ. ആരാ? താൻ തേവക്കാട്ട കാര്യസ്ഥനല്ലേ? അതെ. തനിക്ക് എന്താ അവിടെ കാര്യം? തേവക്കാട്ടെ കുരുവിള സാറിന്റെ ഭാര്യയ്ക്ക് ഇവിടം വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഇവിടെ കയറി വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇവളെ ഇതിന്റെ അകത്ത് കയറ്റാൻ നിന്നോട് ആരാടി പറഞ്ഞത്? ജീവച്ചവും പോലെ ഇരിക്കുന്നതിന്റെ ചേച്ചിയെ കണ്ട് ആസ്വദിക്കാമെന്നാണോ, അതോ ശേഷിച്ച ജീവനോട് അങ്ങ് തീർക്കാനോ? അയ്യോ, മഹാഭാവം പറയരുത്. ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം ഞാനാണെന്ന് അറിഞ്ഞപ്പോ കൊച്ചമ്മണി ഒന്ന് കാണണമെന്ന് തോന്നി. പറയുന്നത് ഒരു പക്ഷേ മനസ്സിലായില്ലെങ്കിലും ആ മുഖത്ത് നോക്കി എന്റെ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കാൻ. നിന്റെ ഒരു മാപ്പ് ചവിട്ടി എല്ലൊടിക്കാൻ വേണ്ടത്. നോക്കി നിൽക്കാതെ പിടിച്ച് പുറത്താക്കടായി പഠിച്ചോളെ. ഇറങ്ങി വെളിയിൽ. നടക്കണ ഇങ്ങോട്ട്, ഇങ്ങോട്ട് പാടി. വിളിച്ചോണ്ട് പോണോ? വിളിച്ചോണ്ട് പോകാൻ, ഇല്ലെങ്കിൽ വെട്ടിയെറിഞ്ഞ് ഇവിടുത്തെ അൽസേഷൻ നായിക്ക് തീറ്റയാക്കും ഞങ്ങള്. വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ ഉള്ളൊരു മനുഷ്യന്മാരല്ല. ഓ, തേവക്കാട്ടുകാർക്ക് നൊണ്ടാ നിനക്ക് ഇപ്പോഴും ദണ്ണമാണല്ലേ? നിനക്ക് വേണ്ടി ഞാൻ ചെയ്ത് കൂട്ടുന്നതെല്ലാം പാഴ്. പിള്ളച്ചേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഉവ്വ്. ഇത് റാണിമോളുടെ കാറാണല്ലോ. എല്ലാ കള്ളത്തരവും പൊളിഞ്ഞേനെ. ദൈവാധീനം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഇനി ഏതായാലും ഫോണിലൂടെയുള്ള സംസാരം നമുക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാം. ഞാനിവിടെ എത്തിയല്ലോ, നമുക്കിനി ഡെയിലി ഇവിടെ വെച്ച് കാണാം. എക്സാം കഴിയണ വരെ ട്യൂഷന്റെ പേര് പറഞ്ഞ് കാണാം. അത് കഴിഞ്ഞ പിന്നെ എന്നായും? എന്റെ ഡാഡിയോട് വിവരങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ. നിന്റെ വീട്ടുകാരുമായി ഉടനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് ഏറ്റിരിക്കുക പുള്ളിക്കാരൻ. അയ്യോ, സമയം ഒരുപാടായി, ഞാൻ പോട്ടെ. അപ്പൊ നാളെ ഇതേ സ്ഥലം ഇതേ സമയം. ഓക്കെ ഓക്കെ, ബൈ. ബൈ.
മിസ്റ്റർ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഹേയ് ഒന്നുമില്ല, ചുമ്മാ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നിർത്തിയതാ. ഈ അവതാര പുരുഷൻ എവിടുന്നാണെന്നും അവതാര ലക്ഷ്യം എന്താണെന്നും ഒന്ന് അറിയണ്ടായോ? ഏതാടാ നീ? അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? അയ്യോ അറിയത്തില്ലായോ? അരമനയിലെ മെത്രാനച്ഛനാ. ദാ ഒറ്റ കീറ് വെച്ച് എന്നാലുണ്ടല്ലോ മാറ. മിസ്റ്റർ നിക്കടാ അവിടെ. രാവിലെ തന്നെ 3 കാരൻ സ്പ്രേയും മേത്തടിച്ചോണ്ട് കണ്ട പെങ്കൊച്ചുങ്ങളുടെ പിന്നാലെ നിരങ്ങിയാലുണ്ടല്ലോ, അടിച്ചതിന്റെ ഹെഡ്ലൈറ്റ് ഞാൻ പൊട്ടിക്കും. ചുമ്മാ പേടിപ്പിക്കാതെ മിസ്റ്റർ. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ പിന്നാലെ നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും ഞാൻ. അതിന് നിങ്ങളല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാൽ പോലും ഞാൻ വകവെക്കില്ല. കിടപ്പൻ വണ്ടി എടുത്ത് മാറ്റാ റാസ്കൽ. ഓ നാട് റോഡി വണ്ടി ഇട്ടു കൊച്ചു വർത്തനം പറഞ്ഞതാ. സാർ ഞാൻ വരുന്ന വഴികൾ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നതാ. ഏതാടാ നീ? ഞാൻ ടോണി, പാലക്കൽ കുര്യാക്കോസിന്റെ മോനാ. ഓ അത് ശരി. അപ്പൊ ആ പാവം നല്ല മനുഷ്യന്റെ പേര് കളയാനായിട്ട് ജനിച്ച സന്താനമാണല്ലോ. നിന്നെ ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം. നിർത്താ, നീ വണ്ടി എടുത്ത് പോക്കോ. താങ്ക് യു സാർ. നിക്കടേ അവിടെ. നിങ്ങളോട് പോകാൻ പറഞ്ഞില്ല. എങ്ങോട്ടാടാ ഈ പീസിനെ കെട്ടിയെടുത്തോണ്ട്? സാർ എന്താടോ? അത് കുട്ടപ്പായിക്ക് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണാ. വയ്ക്കോ വയ്ക്കോ, നീ കേറ്. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇപ്പൊ വീട്ടിൽ വന്നിരിക്കണോ വഴക്കുണ്ടാക്കാൻ? അന്നേരം പോലീസ് വന്നോണ്ട് നീ രക്ഷപ്പെട്ടു. ഇവിടെ നിന്നെ ആരാ രക്ഷിക്കാൻ പോകുന്നത് കാണാമല്ലോ. എടാ തേവക്കാട്ടാകെയുള്ള ഒരു പെൺതരിയ ഞങ്ങളുടെ റാണിമോള്. അവളുടെ മേത്തൊരു നിഴല് വീഴാൻ പോലും സമ്മതിക്കാലായി കുട്ടപ്പായി. അയ്യോ കുട്ടപ്പായി ചാനായിരുന്നോ? ഞാൻ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. സോറി, നമുക്ക് അകത്തോട്ടിരിക്കാം. നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നും അല്ല. കുര്യാക്കോസിച്ചായന്റെ മോനായോണ്ട് മാത്രം അന്നേരം ഞാൻ നിനക്കിട്ട് പൊട്ടിക്കാഞ്ഞത്. ഒന്നുമില്ലാലും ആ മനുഷ്യനെ ഓർക്കണമല്ലോ. ഈ വിവരം നിന്റെ അപ്പനോട് പറയാനും കൂടിയാ ഞാനിപ്പോ വന്നേ. വിളിക്കടാ നിന്റെ അപ്പനെ. അല്ല കുഞ്ഞു എത്തിയോ? പിള്ളച്ചേട്ടൻ ഇവിടെ അകത്തുണ്ട്. അപ്പനും ഇച്ചായനും. ടോണി മോൻ ഇങ്ങനെ ഒരു പ്രപ്പോസൽ പറഞ്ഞപ്പോ അവന്റെ ആഗ്രഹം ഇട്ട് കൂടിപ്പോയെന്ന സംശയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊന്നുമില്ല. എന്നതാ അവനൊരു കുറവ്? വിദേശത്ത് പോയി പഠിപ്പ് സമ്പാദിച്ച വേറെ ആരുണ്ട് നമ്മുടെ ഈ നാട്ടില്? പിന്നെ പാലക്കൽ തറവാട് പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ മോശമൊന്നുമല്ലല്ലോ. ആ എന്നതാടാ പെട്ടെന്ന് ഇങ്ങോട്ട്? അവിടെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായോ? പ്രശ്നം അവിടെ അല്ല ഇവിടെ അല്ലായോ? അത് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പന് വെച്ചാൽ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? അവനെ ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റിയല്ല. ആ അവനെ തളയ്ക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ റാണി മോൾക്ക് ഇവിടുന്ന് ഒരു ആലോചന വന്നു. നിന്റെ കല്യാണത്തിനോടൊപ്പം നമുക്ക് അതും അങ്ങ് നടത്തിക്കളയാം. നീ എന്നാ പറയുന്നു? അതിപ്പോ റാണിമോളുടെ സമ്മതം ചോദിക്കാതെ എനിക്കൊന്നും പറയാൻ ഒക്കുകയല്ല. നിന്റെ സമ്മതം ചോദിച്ചോണ്ട് ആരോടാ നിന്റെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചത്? അത് പറയടാ. അല്ല. ആ അപ്പോ ഇതിനും സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല. അയ്യടാ. എടി റാണി, ആ ചീപ്പിങ് എടുത്തേ. എത്ര ചീപ്പ് വെച്ചാലും ആവശ്യത്തിനൊന്നും കാണത്തില്ല. എന്നതാ കുട്ടൻസേ, സ്വന്തമായിട്ട് ഒരു ചീപ്പ് പോലും ഇല്ലെന്ന് പറഞ്ഞാ വളരെ ചീപ്പായ കാര്യമാ. എന്റെ ചീപ്പ് എടുത്ത് വെച്ചാൽ ന്യായം പറയുന്നു. ഓ ആ സ്വഭാവം പോലെ തന്നെ മുറി അലങ്കോലേക്ക് കിടക്കുന്നുണ്ടല്ലോ. ആ ടീച്ചറെല്ലാം വന്ന് കേറിയാലേ ഇവിടെ നന്നാകത്തുള്ളൂ. നിന്റെ കെട്ട് കഴിഞ്ഞ് ഇവിടുന്ന് ഇറക്കി വിടാതെ ആ ടീച്ചർ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമേ ഇല്ല. ഓ ഡിഗ്രി കഴിയാതെ എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഇങ്ങനെ പോയാ ഡിഗ്രി കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്ങനെ പോയാലോ? അല്ല ട്യൂഷൻ ഉണ്ടല്ലോ, കുഴപ്പമില്ല. എന്നതായി കുട്ടൻസ് പറയുന്നേ? ഇന്നലെ പാലക്കലെ പ്രൊഫസർ കുര്യാക്കോസിനെ ഞാൻ കണ്ടായിരുന്നു. നീ പഠിക്കാൻ വളരെ മോശമാണെന്നാണല്ലോ പറയുന്നേ. പറ്റുമെങ്കിൽ വീട്ടിലിരുത്തി വൈകുന്നേരം വേറെ ട്യൂഷൻ തരാൻ പറഞ്ഞിരിക്കുക. ഞാൻ ആ റബേക്ക ടീച്ചറിന്റെ കയ്യും കാലും പിടിച്ച് പറഞ്ഞുകൊണ്ട് ടീച്ചർ ദിവസവും വൈകിട്ട് ഇവിടെ വന്ന് നിനക്ക് ട്യൂഷൻ എടുക്കാൻ സമ്മതിച്ചിരിക്കുക. ആ ടീച്ചർ പോരും. ഓ പതിവില്ലാത്ത കുളിയും പൗഡറിടലൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പന്തിയാടുണ്ടെന്ന്. അത് ശരി, അപ്പൊ എന്റെ ട്യൂഷന്റെ കെയർ ഓഫില് ശൃംഗാരം വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനാ പരിപാടി. വേണ്ടാതിനും പറഞ്ഞുണ്ടല്ലോ. ഒന്ന് നേരെ ചൊവ്വേ പഠിച്ചോട്ടെന്ന് വിചാരിച്ചപ്പോ വേണ്ട വേണ്ട, അധികം ട്യൂഷൻ ഒന്നും എനിക്ക് വേണ്ട. ടീച്ചറുടെ ട്യൂഷൻ വേണ്ട എന്ന് അപ്പാപ്പനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. നീ അങ്ങനെ പറയിക്കോടി. എങ്കിലേ നിന്റെ രാവിലത്തെ ട്യൂഷൻ ഉണ്ടല്ലോ അത് വേണ്ടെന്ന് ഞാനും പറയിപ്പിക്കും. അയ്യോ കുട്ടൻസ് പ്ലീസ്. അതെ ടീച്ചർ വന്നു. വേഗം ചെന്ന് കാപ്പി കൊടുത്ത് സൽക്കരിച്ച് കാല് തൊട്ട് വന്നിച്ച് നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ. ആരാ അവിടെ? ഞാനാ റബേക്ക. ആ മോളായിരുന്നോ?
റാണിമോൾക്ക് ട്യൂഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നല്ല കാര്യം. വാ മോളെ. കുട്ടൻച ഇങ്ങോട്ട് വാ, നടക്കടി. അപ്പൊ നോക്കിയേ. എന്നതാണ് നീ കാണിക്കുന്നേ? അല്ല, ഞാൻ റാണിമോളോട് പറയുമായിരുന്നു, ഈ ടീച്ചറെ ഇങ്ങോട്ട് വരുത്തിയുള്ള ട്യൂഷൻ എന്നാത്തിനാ? രാവിലത്തെ ട്യൂഷൻ ഉണ്ട്, അത് മാത്രം പോരായോ എന്ന്. ഇവക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാൻ നേരമില്ലല്ലോ നിനക്ക്. പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഇങ്ങനെയും പഠിക്കണടാ. എന്നാ ടീച്ചർ ചെല്ല്, ട്യൂഷൻ നടക്കട്ടെ. കുട്ടമ്പായി വിളിച്ചായിരുന്നോ? ഇങ്ങ് വന്നേ. എന്നാപ്പാ? എന്നതാടാ നീ ട്യൂഷൻ പഠിക്കാതിരിക്കുന്നു? ഇല്ല. എന്നാ വാ, വണ്ടി ഇറക്ക്. എനിക്ക് കമ്പനി വരെ ഒന്ന് പോണം. കമ്പനിയിലോട്ട് കെട്ടിയെടുക്കാൻ കണ്ട നേരം. ഈ കാപ്പ് പിടിച്ചിട്ട് പോ. എന്നാടി നിന്റെ മുഖവിനിയും തെളിഞ്ഞില്ലേ? നെറ്റിക്ക് വേദന വല്ലാതുണ്ടെങ്കിൽ സക്കറിയോട് പറഞ്ഞൊന്ന് സ്കാൻ ചെയ്യിക്കണം. ഏയ് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാന്നേ. എന്നാ പറ്റിയാലേ നീ ഇങ്ങനെ പറയത്തുള്ളൂ. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും കണ്ട പെമ്പർനോത്തിമാരോടൊക്കെ പഴംപുരാണം പറഞ്ഞുകൊണ്ടേ നടക്കത്തുള്ളൂ. ചുമ്മാ അല്ല പള്ളിയുടെ വട്ടക്കല്ലെ തട്ടി തലേ തല്ലി വീണത്. ആരുടെ ദൈവാനുഗ്രഹം കൊണ്ടാണോ കൂടുതലൊന്നും സംഭവിക്കാതിരുന്നത്? എടേ, ഇന്ന് എസ്റ്റേറ്റിലെ ശമ്പള ദിവസാ. ഞാൻ വരാൻ കുറച്ച് വൈകും. പ്രാർത്ഥിച്ചിട്ടാണോ ഇറങ്ങിയേ? അതെന്നതാ, രാവിലെ ഉണരുമ്പോ പ്രാർത്ഥിച്ചാ പോരെ? എപ്പോഴും വേണോ? വേണം. കഷ്ടകാല. നിങ്ങൾ വളരെ സൂക്ഷിച്ചേ നടക്കാവൂ. എന്ത് ചെയ്യാനും മടിക്കാത്ത കൂട്ടരാ അവര്. അതാണോ കാര്യം? ഒരു പഴങ്കഥയും പറഞ്ഞുകൊണ്ട് അവരെ ആളുകളെ വരട്ടുന്നത് എന്തിനാണെന്നറിയോ നിനക്ക്? ബിസിനസ് രംഗത്ത് അവരെ നെറിയട്ട കളിക്കൊരു മറ, അത്രേ ഉള്ളൂ. ബിസിനസ് രംഗത്ത് ഒരാളെ തകർത്തുകൊണ്ട് മറ്റൊരാൾ വാഴാൻ ശ്രമിക്കുന്നത് പതിവാ. നീ വെറുതെ മനസ്സ് ഉണ്ടാക്കാൻ അകത്തേക്കില്ലേ? കർത്താവേ കാത്തോളണേ. ഹലോ, വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് കോൺഗ്രസ് കാറിൽ, നമ്പർ KCF 2336. ഉൾട്ടാൻ കടിച്ചോടാ. ശരി സാർ. ഇച്ചായനത് എങ്ങോട്ടാ? ഇന്ന് മാസാവസാനം അല്ലേടാ, എസ്റ്റേറ്റിലെ പണിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടായോ? ഹാല ആ എന്നാടാ? വന്നു. കൊടുക്കാം. ഇച്ചായ ഫോൺ. വരുന്നു. പോളച്ചനാ. ഹലോ, എന്നാടാ? ഇച്ചായ ഞാൻ അപ്പനെ കൊടുക്കാം. അപ്പാ, ഇച്ചായന. നീ അത്യാവശ്യമായിട്ട് ഇവിടം വരെ ഒന്ന് വരണം. ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തവരുടെ അക്കൗണ്ട്സിൽ എന്തോ കൺഫ്യൂഷൻ ഉണ്ടെന്നാ നമ്മുടെ ആഡിറ്റർ പറയുന്നേ. എങ്കിൽ പിന്നെ ഞാൻ ഉടനെ എത്തിക്കോളാം. അപ്പഴൊരു വണ്ടി നമ്മുടെ പമ്പിലേക്ക് ഒന്ന് വേഗം അയക്കണം. ആ വണ്ടിയിലിരിക്കുന്ന ക്യാഷ് നീ ഉടനെ കൊണ്ട് എസ്റ്റേറ്റ് മാനേജർ ഒന്ന് ഏൽപ്പിക്കണം. ഇച്ചായ എനിക്ക് മംഗലാപുരത്തിന് 2-3 കോള് വരാനുണ്ട്. കോള് കിട്ടിയില്ലെങ്കിൽ അവർ പിന്നെയും വിളിച്ചോളും. ആ ഓഡിറ്ററൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എന്നാ ഞാൻ പോയേച്ചും വരാം. ഇതുകൊണ്ടോ ഷെൽഫോൺ ഇച്ചായന്റെ ഇരുന്നോട്ടെ, അവിടെ റേഞ്ച് കിട്ടുകയല്ല. മംഗലാപുരത്തുനിന്ന് ഫോൺ വന്നാലേ 3 ലക്ഷത്തിന്റെ ഡ്രാഫ്റ്റ് ഉടനെ അയക്കാൻ പറഞ്ഞേക്കണം. പറഞ്ഞേക്കാം. പിന്നെ ക്ലീറ്റസ് വരുമ്പോ ഈ ചെക്ക് ഹാർബറിൽ കൊടുത്ത് അയച്ചേക്കണം. മേരിക്കുഞ്ഞ് വിളിച്ചാലേ ഞാൻ പോയെന്ന് പറഞ്ഞേക്കാം. നീ ഒന്ന് വേഗം ചെല്ലേ. പിന്നെ